എന്റെ ദൈവമേ, ഇതിത്രയും വലിയ കാലാ? ഇത് മനുഷ്യന്റെ കാല് തന്നെയായിരിക്കുമോ? ഇനിയിപ്പോ നാട്ടിലോട്ട് ഇത്രയും വലിയ മനുഷ്യനെങ്ങാനും ഇറങ്ങിക്കാണോ? ഒരു ഫോട്ടോ എടുത്ത് SI സാറിന് കാണിച്ചേക്കാം. ഇനിയിപ്പോ ഇത്രയും വലിയ മനുഷ്യന് നാട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നാടിന് തന്നെ ആപത്തല്ലേ? എന്താടാ, തനിക്ക് എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കിതയ്ക്കുന്നേ? സാറേ, സാറി ഫോട്ടോ ഒന്ന് നോക്കേ. സാറേ, ഒന്നിങ്ങോട്ട് നോക്ക്. എന്താ, എന്ത് ഫോട്ടോ ആയത്? സാറേ, അന്നൊരു ദിവസം ഒരു വയസ്സായ മനുഷ്യൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ? വലിയൊരു മനുഷ്യനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യമെന്നാ തോന്നുന്നേ. നോക്കിയേ, എത്ര വലിയ കാൽപാതാണെന്നറിയോ ആ സിറ്റിയിലുള്ളത്. എന്താടാ, തനിക്കും വട്ടുപിടിച്ചോ? ഹേയ്, വട്ടൊന്നുമല്ല സാറേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഇത് ആ റോഡ് സൈഡിൽ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോവാ. സാറേ, സാറേ, എടാ, ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നോ ഞാൻ കുടിച്ച ചായയുടെ പൈസ പിന്നെ തരാന്ന്? സാറേ, അതുകൊണ്ടൊന്നുമല്ല ഞാൻ വന്നത്. സാർ ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. എന്തിന്റെ ഫോട്ടോയാ? സാറേ, നമ്മുടെ നാട്ടിലെ വലിയ മനുഷ്യനിറങ്ങിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഏതോ പ്രേതമോ ഭൂതമോ എന്താന്നറിയില്ല. വലിയ കാൽപാദം. നമ്മുടെ ഒരു കടയുടെ അത്രയും വലിപ്പമുണ്ട് കാൽപാദത്തിന് തന്നെ. നിങ്ങൾക്ക് എവിടുന്നാ കണ്ടത്? സാറ് ചായ കുടിച്ചിറങ്ങില്ലേ, അതിനുശേഷം ഞാൻ ഇങ്ങോട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. നോക്കുമ്പോതാ നമ്മുടെ കടയിലെ പിന്നാമ്പുറത്തോടിയില്ലേ വലിയൊരു കാൽപാദം. അതിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. സാറേ, ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു എന്തോ ജീവി നമ്മുടെ നാട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ നാടിന് തന്നെ ആപത്താ. നമുക്ക് വേഗം വാ, പോവാം. ആ, ശരി ശരി, നിങ്ങൾ രണ്ടാളും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാം. ഇതൊക്കെ എന്താ മക്കളെ? ഞാൻ കൊണ്ടുവന്നത് എന്താണെന്നറിയോ? ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നറിയോ? ഇതില്ലേ ഉരുളക്കിഴങ്ങില്ലേ, അതിന് എണ്ണയിലിട്ട് കാച്ചിയെടുക്കുന്നതാ. അതെയോ മോളെ, എന്നാൽ അതിങ്ങോട്ട് തന്നേക്ക്. ആ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ. ഇനി വേറെന്താ മക്കളെ ഉള്ളത്? അങ്കിളെ, ഞാനില്ലേ നല്ല മട്ടൻ സൂപ്പാ കൊണ്ടുവന്നേക്കുന്നത്. ഹായ്, ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ. ഇനിയുണ്ടോ? ആ അങ്കിളെ, ഇനിയുണ്ട്. ഞാനേ നല്ല പിസ്സ അങ്കിളിന് വേണ്ടിട്ട് കൊണ്ടുവന്നേ. കൊള്ളാം മോളെ, ഇതും അടിപൊളി ടേസ്റ്റാ. ഇനി എന്തേലും വേണോ അങ്കിളെ? ഏയ്, ഇനിയൊന്നും വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു. ഞാനേ കാട്ടിലോട്ട് തന്നെ പോകുന്നേ. നിങ്ങൾ എൻ്റെ പിന്നാലെ ഒന്നും വരരുതേ. പ്ലീസ് അങ്കിളെ, കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കേ. ഏയ്, ഇല്ലില്ല, ഞാനെങ്ങാനും ഇവിടെ നിന്നാലുണ്ടല്ലോ ആൾക്കാർ കണ്ടാല് എന്നെ ഓടിച്ചു വിടും. നിങ്ങൾ എൻ്റെ പിന്നാലെ ഒന്നും വരരുതേ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കേ. ഞാനെന്നാ പോവാണേ. ശരി അങ്കിളെ, ഞങ്ങളെ അങ്കിളിന്റെ പിന്നാലെ ഒന്നും വരില്ല. അയ്യോ, ഓടി വരണേ. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, ഇവിടെ ഒരു ഭൂതമുണ്ട്. ഹേയ്, നിങ്ങൾക്കിത് കാണുന്നില്ലേ? നോക്കി, അതെന്ത് മനുഷ്യനത്? അത് മനുഷ്യൻ തന്നെയാണോ? ഞാനിപ്പം നാട്ടുകാരെ വിളിച്ചു കൂട്ടും. എടി, ഞമ്മക്ക് പോവാ. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ പോന്നേ? ഞങ്ങളെ ആ മന്ത്രവാദി എങ്ങോട്ടാ പോകുന്നേന്ന് നോക്കാൻ പോവാ. ഞാനിപ്പം നാട്ടുകാരെ വിളിച്ചു കൂട്ടും, എന്നിട്ടേ നിങ്ങളെ പറഞ്ഞു കൊടുക്കും. എടാ പ്ലീസ് ടാ, നീ ആരോടും പറഞ്ഞൊന്നും കൊടുക്കണ്ട. എന്നാ നിനക്ക് 100 തരാം. ഇനി ആരെങ്കിലും ചോദിച്ചാലൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. എന്നാ 100 രൂപ ഇങ്ങോട്ട് താ. ഞാനേ ആരോടും പറഞ്ഞു കൊടുക്കില്ല. എന്നാ പേടിച്ചോ. താങ്ക്സ്, ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. എന്നാ ശരി, നിങ്ങൾ പോയിക്കോ. മണ്ടന്മാർ, എനിക്ക് 100 രൂപയും കിട്ടി, അവരാണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്തായാലും ഇവർ പൈസ തന്നല്ലേ, ഒരു ഷവർമ വാങ്ങി കഴിക്കാം.